ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉണ്ടല്ലോ, ഇതിൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് ഒരു ടി വിയിലേക്ക് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലേക്ക് എങ്ങനെ ഷെയർ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് 3 രീതിയിൽ ഈ പറയുന്ന ഫോണിൻ്റെ സ്ക്രീന് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഡയറക്റ്റ് ടി വിയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ പി സിയിലേക്കാണെങ്കിൽ നമ്മുടെ ഫോണിൽ കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, സ്ക്രീൻ കാസ്റ്റ്. അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നതാണ്. അത് വൈഫൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ പവർ മിറർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടി വൈഫൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ USB ഉപയോഗിച്ചിട്ട് ഈ പവർ മിറർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സഹായത്തോടെ തന്നെ USB കേബിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് TC ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഫ്രീ ആണ്, അതുപോലെ തന്നെ വേറെ ലിമിറ്റേഷനൊന്നുമില്ല. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്താ പറയുക ലാപ്ടോപ്പിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യണമെങ്കിൽ TC ഗെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം ഇത്തരത്തിൽ 3 രീതിയിലാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഈ 3 രീതിയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരാം. നമുക്ക് നേരെ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ടി വിയിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൊക്കെ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുക. ഫോണിൽ തന്നെ ഡീഫാൾട്ടായിട്ട് ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാം. ടി വിയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം കുറച്ചുകൂടി. ലാപ്ടോപ്പിലാകുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഫംഗ്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഞാൻ വിൻഡോസ് 10 ഇത് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻഡോസ് കീ ഉണ്ടല്ലോ, ഈ വിൻഡോസ് കീയും കെയും പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വിൻഡോ വരും. വിൻഡോയുടെ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രൊജക്റ്റ് ദിസ് PC എന്നുണ്ട്, കണ്ടില്ലേ? അതെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും, അവൈലബിൾ എവരിവെയർ. പിന്നെ ഇതിൻ്റെ ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ഓൺലി. എപ്പോഴും ഇങ്ങനെ നമ്മൾ ബ്ലൂടൂത്തൊക്കെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആക്സെപ്റ്റ് ചോദിക്കാറില്ലേ, അതുപോലെ എല്ലാ സമയത്തും കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ചോദിക്കണോ, അല്ല ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണക്ട് ആവണോ, അതുപോലെ തന്നെ പിൻ റിക്വയർമെൻറ്റ് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിൻ റിക്വയർമെൻറ്റ് ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇതങ്ങനെ ഒഴിവാക്കി വിടാം. അപ്പം ഇവിടെ നിങ്ങളുടെ PC പേരൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിങ്ങനെ ചെയ്തു വെക്കാം. അപ്പോൾ തന്നെ ഏകദേശം ഇത് നമ്മുടെ ഫോണിൽ കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോണിൽ ചെയ്യേണ്ട സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. ഫോൺ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഫോണിൽ നിങ്ങൾക്ക് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവിടെ കണക്ഷൻ ആൻഡ് ഷെയറിങ്ങിൽ വയർലെസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാസ്റ്റ് എന്നായിരിക്കും. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഇവിടെ അർഫാത്ത് ലാപ്ടോപ്പ് എന്ന് വന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ലാപ്ടോപ്പിൽ ഇങ്ങനെ കാണിക്കും അലോ വൺസ് ആണോ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് അലോ വൺസ് കൊടുക്കുക, എന്നിട്ട് നമ്മളിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിങ്ങനെ കണക്ട് ആവും. പിന്നെ ഇത് കുറച്ചും കൂടി ഇപ്പോഴത്തെ പുതിയ ഫോണിലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെക്ക് ഉണ്ടാവും. നേരെ മറിച്ച് ഇതിപ്പം റെഡ്മി 9 എന്ന് പറഞ്ഞൊരു ഡിവൈസാണ്, അതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നം ഇതിൽ ഉണ്ടാവും. അതായത് കുറച്ച് ലാഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കുറച്ചും കൂടി നല്ല ഫോണാണെങ്കിൽ അത്തരത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ടും കൂടി ഇതിൽ കിട്ടും കേട്ടോ, ഇതിലുള്ള സൗണ്ട് നമ്മൾക്ക് കിട്ടും. നമ്മുടെ തന്നെ ചാനലാണ്, അപ്പോൾ നമുക്കിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, നിലവിൽ ഇതിൻ്റെ സൗണ്ട് ഇവിടെ വരുന്നില്ല, എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ഓക്കെ, ഇപ്പം ഈ തരത്തിലാണ് ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളത്. ഇത് നമ്മൾക്കിപ്പം ജസ്റ്റ് ഒന്നുകൂടി ക്വാളിറ്റി കൂട്ടി കൊടുക്കാം. ഇവിടെ അഡ്വാൻസ്. പക്ഷെ ആ സമയത്ത് ഇതിപ്പം വൈഫൈയിലാണ് ഈ സ്ക്രീൻ കാസ്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ചെറിയൊരു ലാഗ് ചിലപ്പോൾ ഉണ്ടാവും. അതായത് രണ്ടും ഒരേ ഇതിൽ ട്രാൻസ്ഫർ ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. നമുക്കിത് ഇവിടുന്ന് ഇനി ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചിലവിൽ സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ സെറ്റപ്പ് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, വയർലെസ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കാസ്റ്റ് സ്ക്രീൻ കാസ്റ്റ് എന്നൊക്കെ ഉണ്ടാവും. ഈ ഒരു ഡീഫാൾട്ടായിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്ത മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ പവർ മിറർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ സിസ്റ്റത്തിൽ എ പവർ മിറർ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കൺട്രോൾ ആവശ്യമില്ലെങ്കിൽ എ പവർ മിറർ എന്നുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, കാണിക്കുന്നില്ല. കാരണം എൻ്റെ സിസ്റ്റത്തിൽ ഞാനതിപ്പോൾ നിലവിൽ എ പവർ മിറർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. അപ്പോൾ ടി സി ഗെയിംസാണ് കുറച്ചുകൂടി ബെറ്റർ. ഇതിൻ്റെ പെയ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, പക്ഷേങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ USB കേബിൾ കുത്തിയിട്ടുള്ള USB കേബിൾ ഫോണിലും കണക്ട് ചെയ്തിട്ട്, അതായത് ലാപ്പിലും ഫോണില്ലെങ്കിൽ ഫോണിലും കമ്പ്യൂട്ടറിലും കണക്ട് ചെയ്തിട്ട് എങ്ങനെ സ്ക്രീന് കാസ്റ്റ് ചെയ്യാം. വൈഫൈനെക്കാട്ടി കുറച്ചും കൂടി സിമ്പിളാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടും. പിന്നെ വൈഫൈയിൽ ചില സമയത്ത് ചില ലാഗ് വരും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി സി ഗെയിംസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് പെയ്ഡ് വേർഷനാണ്, അതുപോലെ തന്നെ ഫ്രീ വേർഷനുണ്ട്. അപ്പോൾ ടി സി ഗെയിംസ് നിങ്ങൾ സെർച്ച് ചെയ്യാം. ഓക്കെ, നിങ്ങൾ സെർച്ച് ചെയ്യുക, അങ്ങനെ റിസൾട്ട് വരും. അതിൽ ഫസ്റ്റ് തന്നെ ഈ ടി സി ഗെയിംസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം 3.0 ആണ് ലേറ്റസ്റ്റ് വേർഷൻ. ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കീബോർഡും മൗസും കൂടി നമുക്ക് ഫോണിൽ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിമും കളിക്കുക. അതുപോലെ തന്നെ ചില സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, അപ്പം കെയിൻ മാസ്റ്റർ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നല്ല എളുപ്പത്തിൽ വലിയ സ്ക്രീനിൽ നമ്മുടെ ഫോൺ PC-യിലേക്ക് മാറ്റി വലിയ സ്ക്രീനിൽ അടിപൊളിയായിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതുതന്നെ ഫോണിൽ നിങ്ങൾ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ സിസ്റ്റത്തിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുക. ഫോണിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഫോണിൽ ഇപ്പം എൻ്റെ OnePlus-ൻ്റെ ഡിവൈസാണ്. അപ്പം ഇതിൽ നമ്മൾ നേരെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ഒട്ടുമിക്ക എല്ലാവർക്കും ഇപ്പോൾ സെറ്റിങ്സിൽ എവിടെയാണ് ഡെവലപ്പർ ഓപ്ഷൻ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾക്ക് ബിൽഡ് നമ്പറിൽ 3 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെവലപ്പർ ഓപ്ഷൻ എടുക്കുക. ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്, കണ്ടാലും മതി. ഡെവലപ്പർ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ കണ്ടില്ലേ USB ഡീബഗ്ഗിങ്, ഈ ഒരു ഫംഗ്ഷൻ ഓൺ ആയി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്കിവിടുന്ന് ബാക്ക് അടിക്കാം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കണക്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾ PC ആയിട്ട് ഇത് കണക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചോദിക്കും. ഈ ചോദിക്കുന്നതിൽ ഈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫയൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ വെക്കുക. ഇനിയിപ്പം ബാക്കിയുള്ളത് ഇനി ഒരു സ്ക്രീനിലാണ്, കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ പ്രോസസ്സ് ആകുന്നുണ്ട്. ഇതിൽ ഈ സോഫ്റ്റ്വെയർ ചെറിയൊരു ബഗ് ഉണ്ട് കേട്ടോ. ഇത് 99% ഇങ്ങനെ നിൽക്കും. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഒരു ഇത് വരും കണ്ടോ, ഇത് സ്ക്രീൻ കാസ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടൊരു ചോദ്യം വരാനുണ്ട്. അത് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ കണക്ഷൻ ഫയൽഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് കാര്യമാക്കണ്ട, നമ്മൾക്ക് ഒന്നുകൂടി ഇത് ഇവിടുന്ന് ക്ലോസ് ബട്ടൺ ഞെക്കുക. അതിനുശേഷം നമ്മളിവിടെ റീബൂട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആവും, അല്ലെങ്കിൽ ഇവിടെ സ്ക്രീൻ കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വെച്ചിട്ടൊരു ഓപ്ഷൻ വരും. ഇപ്പം അങ്ങനെ ചോദിച്ചിട്ടില്ല, കാരണം ഞാൻ നേരത്തെ വൈഫൈ വഴി കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ചോദിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഇവിടെ ഇപ്പം എല്ലാം ഓപ്പൺ ചെയ്യാണ്ടില്ലേ, ഇവിടുന്ന് ഈ മൗസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും തിരിച്ചിട്ടിട്ട്. പിന്നെ നമ്മുടെ സൗണ്ട്, അതായത് ഫോണിലെ സൗണ്ട് PC-യിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ഓപ്ഷൻ വരും. അതായത് ഇങ്ങനത്തെ ഒരു 3 ഓപ്ഷൻ വന്നില്ലേ, ഇവിടെ ഓഡിയോ ട്രാൻസ്മിഷൻ എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുക. ഇതാണ് USB കേബിൾ കുത്തിയിട്ട് ഫോണിലെ സൗണ്ട് സിസ്റ്റത്തിലേക്ക് എടുക്കേണ്ട വഴി. അപ്പം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിൽ ഇങ്ങനെ ചോദിക്കും, അതായത് നിങ്ങളുടെ ഓഡിയോ സിസ്റ്റത്തിലേക്ക് ആക്കട്ടെ ചോദിക്കുക. അപ്പം ഇവിടെ സ്റ്റാർട്ട് നൗ കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള സൗണ്ട് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഒരു പ്രശ്നമുണ്ട്, ഫോണിലും ഈ സൗണ്ട് കേൾക്കും. അതിന് വേണ്ടിയിട്ട് ഫോണിൽ മ്യൂട്ട് ചെയ്യുക. ഫോണിൽ മ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ വെക്കുക. ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഇവിടുന്ന് ഗെയിം ഓപ്പൺ ചെയ്യുക. നമ്മൾ BGMI ഓപ്പൺ ചെയ്തു, വലിയ സ്ക്രീനാക്കി. ഓക്കെ, അത് കാണിച്ചു തരാൻ, കണ്ടില്ലേ, നടക്കുന്നുണ്ട്, ഫോൺ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ലാഗും കാര്യം, ചെറിയൊരു മൈന്യൂട്ട് ലാഗ് ഉണ്ട്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല, കാരണം പ്ലേയബിളാണ്, കളിക്കാൻ പറ്റും. സോറി, ഞാനിവിടെ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നെറ്റ് ഓണല്ല, അതിൻ്റെ പ്രോബ്ലമാണ്. ക്യാൻസൽ. ഓക്കെ, ഇപ്പോൾ ആവുന്നുണ്ട്.
അതിനുശേഷം നമ്മൾക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഈ മൂലക്ക് വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചിട്ടാണ് ഈ കീ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. കണ്ടില്ലേ, ഇന്ന് കീ പ്രസ് ചെയ്യുമ്പോൾ ഇന്ന ഭാഗത്ത് ഇതാവണമെന്നുള്ളതൊക്കെ കീ മാപ്പിംഗ് സെറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് TDM ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. സൗണ്ട് ഞാൻ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിന് സ്പീക്കറില്ല, ഇവിടെ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ആകെ അലങ്കോലാണ് കാര്യം. പിന്നെ അത് ഞാൻ ഇയർഫോൺ വെച്ചാണ് കളിക്കാറുള്ളത്, അതുകൊണ്ട് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കില്ല. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ നമ്മളിപ്പം ഇത് ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് ഫയർ ചെയ്യാൻ പറ്റും. സോറി, ഞാനത് ഇപ്പം ഫോണിൻ്റെ കൺട്രോളാണുള്ളത്, കമ്പ്യൂട്ടറിൻ്റെ ഇതിലേക്ക് മാറ്റാം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ, ഒരേ സമയത്തല്ലേ മൂവ്മെൻറ്റ്സൊക്കെ കണ്ടില്ലേ, ഇതാ വെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെയിമാണ്. അപ്പം രണ്ടിലും ഒരേ സമയത്ത് തന്നെയാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇത് കളിച്ച് കാണിക്കണമെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കിപ്പം മൗസ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പിന്നെ ഗൺ ഒന്നിലേക്ക് മാറ്റാം, രണ്ടിലേക്ക് മാറ്റാം, അതുപോലെ തന്നെ എനിമി ഉണ്ടെന്ന് പറയാം, തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ മൗസിലാണ് ചെയ്യുന്നത്. ഗെയിമിംഗ് മൗസാണ്, അടിപൊളി സാധനമാണ്. അപ്പം ഇപ്പോൾ കണ്ടില്ല, ഡിലേ ഒന്നുമില്ല, രണ്ടിലും ഒരേപോലെയാണ് പോകുന്നത്. ചെറിയൊരു മൈന്യൂട്ട് ഡിലേ ഉണ്ടാവും. നിങ്ങൾ കണ്ടോ, ഇപ്പോൾ ഗണ്ണ് എടുക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് 2 തരത്തിൽ നിങ്ങൾക്ക് ഫോൺ കണക്ട് ചെയ്യാം. ഈ TC ഗെയിംസാണ് കുറച്ചുകൂടി ബെറ്റർ, കാരണം വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇത് നമ്മൾ ഇപ്പം ഇത്രയും വലിയ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫോണിൽ ചെയ്യുമ്പോൾ കൈയൊക്കെ അനങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം വരും. ഇതാകുമ്പോൾ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വലിയ ടഫൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് വൈഫൈ അതുപോലെ തന്നെ സ്ക്രീൻകാസ്റ്റും ഡയറക്റ്റ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ USB ത്രൂ എങ്ങനെ നിങ്ങളുടെ ഫോണ് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നു. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി എന്തെങ്കിലും ആയിട്ടൊരു കമൻറ്റ് ചെയ്യുക, ജസ്റ്റ് ഇമോജിയോ മറ്റോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റ്സും ലൈക്സുമാണ് യൂട്യൂബിൽ നമ്മുടെ വീഡിയോയുടെ റാങ്ക് കൂട്ടുന്നത്. അപ്പോൾ കണ്ടിഷ്ടമായ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് ചെയ്യുക, അത്രയും വേണ്ടു. ഒരു ലൈക്ക് ചെയ്തിട്ട് ഒരു കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സ്മൈലോ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.